എന്തൊക്കെ പറയണ്ടേ, സുഖങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും സുഖങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സുഖിച്ച് ഗെയിം കളിക്കാനുള്ള ഒരു പുതിയ ഗെയിം പ്രൊജക്ടറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു 2-in-1 ഗെയിം പ്രൊജക്ടറാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നിലവാരമുള്ളതും ക്വാളിറ്റിയുമായിട്ടുള്ള ഗെയിംസുകൾ കളിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് വിഷ്വൽസ് അതായത് വീഡിയോസ് പ്ലേ ചെയ്ത് കാണാനും സാധിക്കും. വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് കാണാൻ സാധിക്കും, പെൻഡ്രൈവ് കൊടുത്ത് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 GB റാമിനകത്തുള്ള ആപ്പുകളെല്ലാം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് 1 GB റാമും 8 GB സ്റ്റോറേജുമാണ് വരുന്നത്. എന്തായാലും നമുക്കിനി ഈ ഒരു ബോക്സ്, അതായത് ഈ പ്രൊജക്ടിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ പ്രൊജക്ടിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂട്ട് ലുക്കായിട്ടുള്ള പ്രൊജക്ടർ തന്നെയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു പവർ കേബിളാണ്, അതായത് ഈ പ്രൊജക്ടറിൻ്റെ പവർ കേബിളാണ്. ഇനി നമുക്ക് മറ്റൊരു സെപ്പറേറ്റ് ആയിട്ട് ബോക്സ് കിട്ടുന്നുണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ജോയ്സ്റ്റിക്കാണ്, അതായത് ഗെയിം കളിക്കാനുള്ള ജോയ്സ്റ്റിക്കാണ്. 2 വൈറ്റ് കളറുള്ള ജോയ്സ്റ്റിക്കാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ബോക്സിനകത്ത് നിന്ന് പരതി നോക്കുകയാണെങ്കിൽ നമുക്കൊരു റിമോട്ട് കൺട്രോളും കിട്ടും. ഈ റിമോട്ട് കൺട്രോള് ചെറിയൊരു മൗസ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൂടാതെ ഇതിനകത്ത് നമുക്കൊരു വൈഫൈ ഡോങ്കിളും കിട്ടുന്നുണ്ട്. ഈ വൈഫൈ ഡോങ്കിള് നമ്മുടെ ഈ പ്രൊജക്ടിൻ്റെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോയ്സ്റ്റിക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. അതായത് ജോയ്സ്റ്റിക്ക് കൺട്രോൾ ചെയ്യാനുള്ള വൈഫൈ ഡോങ്കിളാണത്. നിങ്ങളത് പ്രൊജക്ടറിൻ്റെ നേരെ പുറകിലുള്ള USB പോർട്ടിലേക്ക് ഈ വൈഫൈ ഡോങ്കിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രൊജക്ടറുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടും ഇതിനകത്തുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും അത്യാവശ്യം യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ അല്ലാണ്ട്. അത് കൂടാതെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഗെയിം ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഗെയിം ഹബ്ബ് എന്നുള്ള ഓപ്ഷനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി ഏകദേശം 3000-ഓളം ഗെയിംസ് ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3000 ഗെയിംസ് വരെ ഇതിനകത്തുണ്ട്. നമുക്കെന്തായാലും കുറച്ച് ഗെയിംസുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് കളിച്ചിരുന്ന GTA Vice City, അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കമ്പ്യൂട്ടറിലാണ് കളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയൊരു ബിഗ് സ്ക്രീനിൽ നമുക്ക് ഈ ഗെയിമൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് അതായത് ചെറിയൊരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഗെയിമുകളൊക്കെ നമുക്ക് വലിയ സ്ക്രീനിൽ വയർലെസ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൂടാതെ ഇതിനകത്ത് ഏകദേശം 12ഓളം ഗെയിം എമുലേറ്റേഴ്സാണ് ഉള്ളത്. അതായത് ഇതിനകത്ത് PS1 ഗെയിം സപ്പോർട്ട് ചെയ്യുന്നു, PSP ഗെയിംസ് സപ്പോർട്ട് ചെയ്യുന്നു, GBA ഫോർമാറ്റുള്ള ഗെയിംസ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 12ഓളം ഗെയിം എമുലേറ്റേഴ്സാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും 4500 രൂപയാണ് ഈ ഒരു ഗെയിം പ്രൊജക്ടറിൻ്റെ വിലയെന്ന് പറയുന്നത്. 4500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഗെയിം പ്രൊജക്ടർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ www.mytvn.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റ് ജോയ്സ്റ്റിക്കുകളും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ജോയ്സ്റ്റിക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്ലഗ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനോട് കിട്ടുന്ന ജോയ്സ്റ്റിക്കിലുള്ള ഗെയിം കളിക്കുന്ന അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ജോയ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഇനി വാട്സപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 7303435846 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി. 3-4 ദിവസം കൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിലിരിക്കും. ഓക്കെ, നമുക്കിനി തിരിച്ചു വരാം. ഇത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലെ വൈഫൈ കണക്ഷൻ ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്തു. വൈഫൈ കേബിൾ മാത്രമല്ല നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഓക്സ് കേബിൾ കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വയർലെസ് സ്പീക്കർ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വിഷ്വൽസ് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലുള്ള വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കാം. യൂട്യൂബ് എടുത്തിട്ട് നമുക്ക് പയ്യെ നമ്മുടെ തന്നെ ചാനലൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ഇരുട്ടുമുറിയിൽ നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽസ് തന്നെയാണ് തരുന്നത്. അത്യാവശ്യം പ്രകാശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഡൗൺ ആയിരിക്കും. എന്നാൽ ഇരുട്ടുമുറിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രൈറ്റ്നസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 4500 ലൂമിനസ് ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇരുട്ട് റൂമിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ടറാണ്.